ഈ കിടക്കുന്ന സാധനം പീച്ചിലാട്ടോ. നമ്മുടെ ഈ മേത്തൊക്കെ തേക്കുന്ന ഒരുതരം സാധനമില്ലേ, അതാണ് ഈ പീച്ചിൽ. അതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ പിഞ്ച് നമുക്ക് തോരൻ വയ്ക്കാൻ കൊള്ളാം കേട്ടോ. അപ്പം അതും എടുത്ത് കുറച്ച് പൊന്നാങ്കണ്ണി ചീര ഉണ്ടായിരുന്നേ, ആ ചീരയും കൂടി എടുത്ത് ഇച്ചിരി തോരൻ വെച്ചു. തേങ്ങയും പിന്നെ ഇത്തിരി സവാളയും കാന്താരി ഉണ്ടായിരുന്നു. പഴുത്ത കാന്താരി ആയിരുന്നേ, അത് പിന്നെ ഞെരടി തേച്ച് ഇടുക ചെയ്തത്. എന്നിട്ട് രണ്ടും കൂടെ തോരൻ വെച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് ഇന്നത്തെ പുറത്തുനിന്ന് ചുറ്റിപ്പറ്റിയുള്ള പച്ചക്കറി അതായിരുന്നു കേട്ടോ. അപ്പം ശരിക്കും ഈ പീച്ചിൽ നമ്മൾ ഈ എന്താ അതിൻ്റെ പേര് വന്നാൽ പരിപ്പ് കൂട്ടി ചാറായിട്ട് വയ്ക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് ഇച്ചിരി തേങ്ങയും ജീരകമൊക്കെ അരച്ച് വെച്ചാലും മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത്. ചാറായിട്ട് കടുകും പൊട്ടിച്ചെടുത്താൽ മതി, സിമ്പിളാട്ടോ. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര മാത്രമായിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റോ അതിന് പ്രത്യേക ഒരു ചുവയില്ലാന്ന് എനിക്ക് തോന്നിയേക്കണം കേട്ടോ. അപ്പോൾ എന്തിൻ്റെലും കൂടെ കുറേശ്ശെ ഇങ്ങനെ പൊട്ടിച്ചിടും, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ വെള്ളം തിളപ്പിച്ച് കുടിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണം അങ്ങ് ചെന്നാൽ മതിയല്ലോ. അപ്പം ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരുന്നോളൂ. ഇതിന് ഇച്ചിരി കുഴപ്പമുണ്ട് കേട്ടോ ഈ പീച്ചിലിന്. അപ്പോൾ അതാ തോരൻ വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെടി നമ്മുടെ ഈ പോത്തോസ് ഇത്തിരി ഈ കിളുക്കാനായിട്ട് അതിൻ്റെ കമ്പ് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വള്ളി മുറിച്ച്. പക്ഷേ അത് അങ്ങ് നന്നായിട്ടങ്ങ് കയറി വരാതെ വന്നു കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ മാറ്റി ഒന്നിച്ചൊരു വലിയ ചട്ടിക്കകത്ത് നട്ടേക്കാന്ന് വെച്ചു കേട്ടോ. ഈ പെയിൻറ്റും പാട്ടയായിരുന്നേ. ഞാൻ പിന്നെ ചുമ്മാ മണ്ണ് ആദ്യം അടിയിലിട്ടിട്ട് പിന്നെ ചാണകപ്പൊടിയും കൊക്കോപ്പിറ്റും മണ്ണും എല്ലാം കൂടെ ഉള്ളത് വളമായിട്ടുള്ളത് പൊട്ടി മിക്സ് പോലെ എടുത്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഈ പറിച്ചെടുത്ത് ഈ തൈയെല്ലാം കൂടെ കുറേശ്ശെ ഇച്ചിരി 2-3 ഇല വന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് നട്ടുപിടിപ്പിച്ചു കേട്ടോ. അപ്പം ഓരോ ചട്ടി ഒഴിവാകുന്നതനുസരിച്ച് നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുമല്ലോ, അതനുസരിച്ച് ചട്ടി ഒഴിവാകുന്നതനുസരിച്ച് ഞാനങ്ങ് നട്ടുപിടിപ്പിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരു 8-9 തൈ ഒന്നിച്ച് ഞാൻ അതിൻ്റെ അകത്തോട്ട് നട്ടുപിടിപ്പിക്കുക ചെയ്തത്. കാരണം അത് വല്ല കമ്പെന്തേലും കുത്തി നന്നായിട്ടങ്ങ് കയറ്റി വിടാമല്ലോ. അപ്പം ഇച്ചിരി ഈ ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു ഇത്തിരി വാട്ടം അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ കാർ ഷെഡിൻ്റെ സൈഡിലായിരുന്നു വെച്ചത്. അപ്പോൾ അവിടെ നല്ല വെയിലും അങ്ങനെ ഇതെല്ലാം നട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ചുറ്റിപ്പറ്റി വന്നു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ചൂടുമാണ് പുറത്ത്. ഇപ്പോഴത്തെ വെയിലല്ലേ. അപ്പോൾ വൈകുന്നേരം ആകുമ്പം അത്യാവശ്യം നല്ല മഴ ഇടിമിന്നലും ഒക്കെ. അപ്പോൾ കയറി വന്നു കഴിഞ്ഞപ്പം ഭയങ്കര പരവേശം. അപ്പോൾ രാവിലത്തെ നമ്മുടെ ചീരയൊക്കെ പറിക്കാൻ പോയപ്പോൾ എനിക്ക് ഇച്ചിരി ഇതുകൂട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കിട്ടിയായിരുന്നു കേട്ടോ. 2-3 എണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് പഴുത്തതായിരുന്നേ. അപ്പം അതും കൊണ്ടെന്നാൽ ഇത്തിരി ജ്യൂസ് അടിച്ചേക്കാം എന്നോർത്ത് അത് എന്നിട്ട് മടുത്ത് കയറി വന്നു കഴിഞ്ഞപ്പം അതിച്ചിരി ജ്യൂസ് അടിക്കുകയാണ് ചെയ്തത്. കാരണം അല്ലെങ്കിൽ ഞാൻ ചുമ്മാ കട്ട് ചെയ്ത് ചുമ്മാ സ്പൂണും കൊണ്ട് കോരി കഴിക്കുക ചെയ്യുന്നത്. ഇതിപ്പം പിന്നെ പരവേശവും കൂടെ എടുത്തുകൊണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ട് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കുടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പം കുറച്ച് തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരും അകത്തുള്ളതല്ലേ, അപ്പം എന്നും തുടയ്ക്കണം. അപ്പം തുടച്ച് പെറുക്കി കഴിഞ്ഞപ്പോഴത്തേനും പിന്നത്തെ പരിപാടി പരവേശം എടുക്കലായിരുന്നു. ചോറെന്നാൽ പിന്നെ കഴിച്ചേക്കാന്ന് ഓർത്തോണ്ട് കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. തോരനൊക്കെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ എണീക്കുന്ന ആൾക്കാരാണ്, വെളുപ്പിനത്തെ പാർട്ടീസാട്ടോ. അപ്പം സാധാരണ നോർമൽ മനുഷ്യർ എണീക്കുന്ന സമയമാകുമ്പോഴത്തേനും എൻ്റെ അടുക്കളപ്പണിയെല്ലാം അങ്ങ് തീർന്നേക്കും കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കലോ തൂത്തുടയ്ക്കലോ ഒക്കെ ഉള്ളൂ. അപ്പം ഒരു 4 മണി 4:30 ഇടയ്ക്ക് ഞാൻ എണീക്കും. എണീറ്റ് ആദ്യം കുക്കൂനെയൊക്കെ പുറത്തു വിടും. അത് കഴിഞ്ഞാണ് പിന്നെ ബാക്കിത്തെ പരിപാടി. അപ്പം ചോറൊക്കെ ഉണ്ട് അപ്പം കറി നല്ല കറിയായിരുന്നു കേട്ടോ, ഉള്ളത് പറയാമല്ലോ. അപ്പോൾ ചോറ് ഇച്ചിരി എടുത്തിട്ട് അത് മുട്ടച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് കറിയും കൂട്ടി കഴിക്കുക. ബീഫ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊട്ടും മസാല ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. പൊടിച്ച ബീഫല്ല, അല്ലാത്ത ചെറിയ കഷ്ണമാക്കിയെടുത്ത് അതും കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് രാവിലെ എണീറ്റപ്പോൾ മുതൽ തോന്നുന്നു എനിക്ക് തവി ഉണ്ടാക്കണമെന്ന് കേട്ടോ. വലിയ ആശയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ പെരുന്നാളിന് 2-3 തവി മേടിക്കുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം
എപ്പോഴും ഓർക്കും ഒരു തവി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കും കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഈ സ്കൂളിൽ ഈ മത്സരം വരുമ്പം ഞാൻ കൂടത്തില്ല കേട്ടോ, ആങ്ങളെ കൂടുമായിരുന്നു. അങ്ങനെ അതായത് മൂത്ത ചേട്ടായി കൂടുമായിരുന്നു. അപ്പം പുള്ളിക്ക് ഇഷ്ടം പോലെ സമ്മാനവും കിട്ടുമായിരുന്നു കേട്ടോ. അപ്പം ഞാനാണ് ഇങ്ങനെയുള്ള ഉണ്ടാക്കാനായിട്ട് കയ്യാൾ. അപ്പം അങ്ങനെ രണ്ട് ചിരട്ട എടുത്തോണ്ടാണ് ഞാൻ പോയത്. പക്ഷെ ആദ്യത്തെ ചിരട്ട തുള ഇട്ടപ്പോഴത്തേനും അത് പൊട്ടിപ്പോയിട്ടോ. പിന്നെ രണ്ടാമത്തെ അത് ചെറുതായിട്ട്, വലിയ തവി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു തവി വല്ല തോരനൊക്കെ ഉണ്ടാക്കാൻ കണക്കിന് ചെറുതെന്നുള്ള ഉദ്ദേശത്തിൽ സക്സസ് ആകുവാനാകട്ടെ എന്ന് ഓർത്തോണ്ട് കേട്ടോ ചെയ്താട്ടോ. എന്തായാലും അത് ഓക്കെ ആയി. കാരണം എനിക്കിങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന ഇഷ്ടം കേട്ടോ. അതായത് ഞാൻ ചുമ്മാ ഇരിക്കാണ്ടിരിക്കുക, എൻഗേജ്ഡായിട്ടിരിക്കാമെന്ന് എൻ്റെ ഉദ്ദേശമുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ ഈ എന്താ ഒരുതരം പനയില്ലേ, കള്ളിയെത്തുന്നത് പനയുടെ കമ്പ് കുറേ ഉണങ്ങിയത് എൻ്റെ കയ്യിൽ ഒത്തിരി നാളായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നമ്മുടെ ഈ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന സ്പാച്ചില പോലെ കുറേ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ടാക്കിയായിരുന്നു. ബാക്കി കമ്പൊക്കെ മുറിച്ചെടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നമ്മുടെ ഈ തൂമ്പയ്ക്കൊക്കെ പൂളിടാനായിട്ട് നല്ലതാണ്, നല്ല കട്ടിയുള്ള സാധനമല്ലേ. അപ്പോൾ ഇത് ഉടനെ ഒന്നും ഇത് പോകത്തുമില്ല. അപ്പോൾ കുറേ എണ്ണം ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോൾ ആ മൂടിന് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം 1-2 എണ്ണം അങ്ങനെ അങ്ങ് ഉണ്ടാക്കി കേട്ടോ. എളുപ്പം ഉണ്ടാക്കാൻ. അത് ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ ഷേപ്പൊന്നുമില്ല, അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു സങ്കല്പത്തിനനുസരിച്ച് ഒരു ഇതിൽ ഉണ്ടാക്കുന്ന അടുക്കളയിലെ പിച്ചാത്തിയാണ് എൻ്റെ മെയിൻ ആയുധം. അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ പോൾഗാർഡിൻ്റെ ഒരു കത്തിയുണ്ട് കേട്ടോ. 10-12 വർഷമായ കത്തി. അത് കൂട്ട് 2-3 കത്തി എനിക്കുണ്ട് കേട്ടോ. നല്ല കത്തി കേട്ടോ, ഉള്ളത് പറയുന്നതിന് തന്നെ. അപ്പം ഇതും കൊണ്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു രസമാണ്, ഉണ്ടാക്കിയില്ലോ എന്നുള്ള ഒരു സന്തോഷം. അപ്പം ഈ ടൈപ്പ് ഞാൻ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് കൂട്ടാട്ടോ. എനിക്കല്ലാതെ ഒരെണ്ണം എങ്ങാണ്ടേ ഉള്ളൂ. അത് ഏതോ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയത് ഞാനത് ഇവിടെ വെച്ചേക്കുന്നത്. അല്ലാത്തതെല്ലാം നല്ല വലിപ്പമുള്ളതും ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ കൂടുതൽ കപ്പയൊക്കെ ഇളക്കുമ്പം ഉപയോഗിക്കാൻ പാകത്തിനുള്ള വലിയ സാധനമുണ്ട്. പിന്നെ അലുവയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നീട്ടത്തിലിരിക്കുന്നത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുറേ ഐറ്റംസ് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഇന്നത്തെ പണിയായിരുന്നു.